നിങ്ങളുടെ മേലെ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ, உங்க மேலேயும் உங்கள் குடும்பத்தின் மேலும் ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് വരുന്നു. பயங்கர ஆசீர்வாதம் வரப்போகிறது. പ്രതീക്ഷിക്കാത്ത വഴികൾ ഓപ്പൺ ചെയ്യാൻ പോകും. எதிர்பார்க்காத വഴിகளை திறக்க போகிறார். 9ാം മാസം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. 9வது மாதம் ஊக்கமாய் ஜெபியுங்கள். നീ ഏത് സബ്ജക്റ്റ് ആണോ ഭയപ്പെടുന്നത്, எந்த பாடத்தை குறித்து பயப்படுகிறாயோ, നീ മാത്സിന്റെ പ്രൊഫസറായി മാറും. ലിവിങ്സ്റ്റൺ ആരാണ്? ലിവിങ്സ്റ്റൺ. ലിവിങ്സ്റ്റൺ யாரு? ലിവിങ്സ്റ്റൺ. ലിവിങ്സ്റ്റൺ. ലിവിങ്സ്റ്റൺ ഇതാരാ? நீங்க யாரு? ലിവിങ്സ്റ്റൺ. എല്ലാരും പ്രാർത്ഥിച്ചേ, എല്ലാരും ജപിപ്പോ. അവൻ നാമമേ മധുരമദേ. ജോസ് ആരാണ്? ജോസ്. ജോസഫ് யாரு? ജോസ്. 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 ജോസ് ആരാ? ജോസ് யாரு? ജെർഷ ആരാ? ജെർഷ யாரு? ഓടി 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 ഫ്രണ്ട്ல வாங்க. ഇന്ന് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. பெரிய தேவ கிரியை நடந்து கொண்டிருக்கிறது. ലിവിങ്സ്റ്റൺ. ലിവിങ്സ്റ്റൺ. എമ്മിൽ തുടങ്ങുന്ന പേരുള്ള ആരാണ്? എമ്മിൽ തുടങ്ങുന്ന പേര് യാർ? ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കരങ്ങളെ ഉയർത്തി കർത്താവെ തുതിപ്പോ. ഹല്ലേലൂയ. ജീസസ്. ലിവിങ്സ്റ്റൺ. മനോപ്പ. മനോപ്പ ആരാ? മനോപ്പ யாரு? അപ്പ. അപ്പ വന്നിട്ടുണ്ടോ? വന്നിരിക്കാங்களா? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വിളിക്കുമ്പോ ഫാമിലിയോടെ വരണം. ഞാൻ നേരത്തെ சொன்னேன், கூப்பிடும்போது குடும்பத்தோடு வாருங்கள். ജെർഷ. ജെർഷ. ജോസ് ആരാ? ജോസ് യാർ? ഓ അതന്നെ, ജോസ് ആരാ? ജോസ് എന്ന പേര്. ജോസ് യാർ? അപ്പ അതാണ് പറയേണ്ടത്. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കൈയെ തട്ടി കർത്താവെ തുതിപ്പോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലെ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ, ഉங்க மேலேயும் உங்கள் குடும்பத்தின் மேலும் ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് വരുന്നു. பயங்கர ஆசீர்வாதம் வரப்போகிறது. ഹല്ലേലൂയ. ജീസസ്. പിശാച് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ഏരിയയിലും, பிசாசு தடை பண்ணி வைத்திருக்கிற சகல பகுதிகளும் 4 മടങ്ങ് ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുന്നു. 4 மடங்காக அவைகளை நான் பெருக பண்ண போகிறேன். നിങ്ങൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ. நீங்க ரெண்டு பேரும் தேவ சமூகத்தில் ஒப்பு கொடுக்க வேண்டும். നിങ്ങളെ ദൈവം യൂസ് ചെയ്യാൻ പോകും. உங்களை தேவன் பயன்படுத்த போகிறார். നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല. நீங்க இங்க இருக்க வேண்டிய நபர் அல்ல. നിങ്ങളെ ദൈവം സ്റ്റേജിൽ കയറ്റും. நீங்கள் സ്റ്റേജിൽ வர வேண்டியவர்கள். ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. தேவன் உங்களை அபிஷேகம் செய்வார். നിങ്ങളെ ഞാൻ പ്രവചന ആത്മാവിൽ നിർത്തും. உங்களை நான் தீர்க்கதரிசன ஆவியில் நிரப்புவேன். വരാൻ പോകുന്ന ഇന്റർവ്യൂകളിൽ പാസ്സാകും. வரப்போகிற இன்டர்வியூகளை நீங்கள் பாஸ் ஆவீர்கள். ദൈവം നിങ്ങൾക്ക് വേണ്ടി ജോസഫിന് ഒരുക്കിയതുപോലെ വലിയ മേന്മയുള്ള അധികാരത്തിന്റെ കസേര ഒരുക്കിയിട്ടുണ്ടെന്ന്. ஆமென். யோசேப்புக்காக தேவன் எப்படி அதிகாரத்தின் மேன்மையின் நாற்காலியை ஏற்படுத்தினாரோ அப்படி உங்களுக்காக அதிகாரத்தின் மேன்மையின் நாற்காலியை ஏற்படுத்தியிருக்கிறார் என்று சொல்கிறார். പ്രതീക്ഷിക്കാത്ത വഴികൾ ഓപ്പൺ ചെയ്യാൻ പോകും. எதிர்பார்க்காத വഴിகளை திறக்க போகிறார். 9ാം മാസം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. 9வது மாதம் ஊக்கமாய் ஜெபியுங்கள். പ്രതീക്ഷിക്കാത്ത നന്മകൾ നിങ്ങളുടെ വീട്ടിൽ ഒഴുകിയെത്തുമെന്ന്, எதிர்பார்க்காத நன்மைகள் உங்க வீட்டில பாய்ந்து வரும் என்று സൈന്യങ്ങളുടെ യഹോവ ഈ പകൽ ആലോചന അറിയിക്കുന്നു. சேனைகளில் கர்த்தர் இந்த பகலில் தீர்க்க தரிசனமாய் சொல்கிறார். ജെർഷ. ஜெர்ஷ, നീ ഏത് സബ്ജക്റ്റ് ആണോ ഭയപ്പെടുന്നത്, எந்த பாடத்தை குறித்து பயப்படுகிறாயோ, മാത്സ്. மேக்ஸ். മാത്സ് ആണോ പേടി? അതാണ് നിനക്ക് ഭയം. அதுதான் உங்களுக்கு பயம். അത് ഇന്നു മുതൽ, அது ഇന്നു മുതൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആയി ദൈവം மிகவும் இலகுவான ஈஸியான சப்ஜெக்டாய் உங்களுக்கு மாறிவிடும். നീ മാത്സിന്റെ പ്രൊഫസറായി മാറും. நீ மேக்ஸ்க்கே പ്രൊഫസറായി മാറിവിടും. ആ ഭയത്തെ ദൈവം എടുത്ത് മാറ്റുന്നു എന്ന്, அந்த பயத்தை தேவன் எடுத்து மாற்றுகிறார் என்று, മകളെ നീ കാരണം உங்கள் நிமித்தம் നിന്റെ വീട്ടിനകത്തുള്ള സകല പ്രശ്നങ്ങൾക്കും, உங்க வீட்டில் உள்ள சகல பிரச்சனைகளுக்கும் ഒരു പരിഹാരം തരുമെന്ന് ஒரு பரிகாரத்தை தருவேன் என்று സൈന്യങ്ങളുടെ യഹോവ ഈ പകൽ ആലോചന അറിയിക്കുന്നു. சேனைகளில் கர்த்தர் இந்த பகலில் தீர்க்க தரிசனமாய் சொல்கிறார். എല്ലാവരും കരങ്ങളെ അടിച്ച്, எல்லாரும் கைகளை தட்டி